പാലക്കാടിന്റെ സ്വപ്ന പദ്ധതിയായ സ്പോർട്സ് ഹബിനായി കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചാത്തൻകുളങ്ങര ദേവീക്ഷേത്ര ട്രസ്റ്റും ധാരണാപത്രം കൈമാറി. മലബാർ ദേവസ്വം ബോർഡും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി സ്പോർട്സ് ഹബിന്റെ ഉടമ്പടി കാര്യങ്ങൾ വ്യക്തമാക്കി. ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 21 ഏക്കർ സ്ഥലത്താണ് സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത്. ദേവസ്വം ഭൂമി ക്ഷേത്രവരുമാനത്തിനും സാമൂഹിക പുരോഗതിക്കും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രഭൂമി KCAയ്ക്ക് വാടകയ്ക്ക് നൽകുന്നത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് KCA സെക്രട്ടറി വിനോദ് എസ് കുമാറും ക്ഷേത്രം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ M. മണികണ്ഠനുമാണ് കരാർ ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഉയർന്നുവന്ന ആശയം നടപ്പിലാക്കാനായി മന്ത്രി M.B. രാജേഷ് സ്ഥല ലഭ്യതയ്ക്കായി മുൻകൈയെടുത്തു. 30 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയിൽ 2 ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, ഫ്ലഡ് ലൈറ്റ്, ക്ലബ് ഹൌസ്, നീന്തൽക്കുളം, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ മൈതാനങ്ങൾ കൂടാതെ മറ്റു കായിക ഇനങ്ങൾക്കുള്ള സൗകര്യങ്ങളുമുണ്ടാകും. ആദ്യഘട്ട നിർമ്മാണം 2026 പൂർത്തീകരിക്കും. രണ്ടാം ഘട്ടം 2027 ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. പുതിയ പദ്ധതി ജില്ലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഹബ്ബ് പൂർത്തിയാകുന്നതോടെ എല്ലാ കായിക ഇനങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നത് ജില്ലയിലെ കായിക മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാക്കുമെന്നും M.R. മുരളി പറഞ്ഞു. പദ്ധതിയിലൂടെ ക്ഷേത്രത്തിന് 10 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും പ്രതിവർഷം 21,35,000 രൂപ വരുമാനമായും ലഭിക്കും. 5 വർഷം കൂടുമ്പോൾ 12% വർധന വാടകയിൽ നടപ്പിലാക്കുമെന്നും M.R. മുരളി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി പ്രാദേശികവാസികൾക്ക് ജോലിക്ക് മുൻഗണന നൽകാനും വ്യവസ്ഥയുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന്റെയും അസോസിയേഷന്റെയും പേരിലായിരിക്കും സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുക. 2018 തുടങ്ങിയ നടപടിക്രമങ്ങൾ കോവിഡ് മൂലം വൈകുകയായിരുന്നു. മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് 1951 പ്രകാരം തുടങ്ങിയ നടപടികൾ മലബാർ ദേവസ്വവും ക്ഷേത്രം ട്രസ്റ്റും സെപ്റ്റംബറിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ സജീവമാക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത് ക്ഷേത്രങ്ങളുടെ ഭൂമി ക്ഷേത്രങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വരുമാനമുണ്ടാകാൻ ഇടയുള്ള പദ്ധതികൾ അവിടെ വന്നുകൊണ്ട് പ്രയോജനപ്പെടണം. ഭൂമി പ്രയോജനപ്പെടണം, ക്ഷേത്രങ്ങൾക്ക് വരുമാനം എന്ന നിലയിൽ പ്രയോജനപ്പെടണം, അത് നാടിനും പ്രയോജനപ്പെടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ ഒരു സംരക്ഷണം കൂടി അതിൽ നടക്കും. ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ള അവസ്ഥ ഒഴിവാകാൻ കൂടി സഹായകമാകും ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ടുള്ള താല്പര്യമെടുത്ത് മുന്നോട്ട് പോയത്. ഈ കാര്യത്തിൽ തന്നെ ഏതാണ്ട് 21 ലക്ഷത്തിലധികം രൂപ ഒരു വർഷം വാട്ടമായി KCAയിൽ നിന്നും ഈ ക്ഷേത്രത്തിന് എല്ലാ ജില്ലകളിലും അത്യാധുനിക നിലവാരത്തോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പാലക്കാട് പുതിയ പ്രോജക്ടിന് തുടക്കം കുറിക്കുന്നതെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു. ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭൂമി 33 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് ഹബ്ബ് നിർമ്മിക്കുന്നത്. പാട്ടക്കരാർ ഡിസംബറിൽ ഒപ്പിടുമെന്നും ജനുവരിയിൽ ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KCA വൈസ് പ്രസിഡന്റ് P. ചന്ദ്രശേഖരൻ, പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ, സെക്രട്ടറി അജിത് കുമാർ, KCA മെമ്പർ A. സിയാവുദ്ദീൻ, ദേവസ്വം ബോർഡ് മെമ്പർ A. രാമസ്വാമി, ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ നന്ദകുമാർ, ക്ഷേത്ര മാനേജർ M. മണികണ്ഠൻ എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.